കാസർഗോഡ് ബോവിക്കാനത്ത് 10ഓളം പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. ആളുകളുടെ മുഖത്തേക്കുൾപ്പെടെ ചാടിക്കടിക്കുന്ന നായയുടെ ദൃശ്യം CCTV-യിൽ. രാവിലെ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ബോവിക്കാനം ടൗണിലൂടെ കടന്നുപോകുന്നത് ഭീതിയിലാണ്. മുളിയാർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷം. വയോധികർക്കുൾപ്പെടെ 4 പേർക്ക് കടിയേറ്റു. ബോവിക്കാനം ടൗണിൽ ചൊവ്വാഴ്ച രാവിലെയാണ് 3 പേർക്ക് കടിയേറ്റത്. ബോവിക്കാനത്ത് ടൈലറിംഗ് കട നടത്തിവരുന്ന അഞ്ജലി, ബോവിക്കാനം റേഷൻ കടയ്ക്ക് സമീപത്തെ വ്യാപാരിയായ അച്യുതൻ, ബോവിക്കാനത്തെ CH മുഹമ്മദ് കുഞ്ഞി, മുളിയാർ ആലിനടുക്കത്തെ റംല എന്നിവർക്കാണ് കടിയേറ്റത്. ബോവിക്കാനം ടൗണിൽ 3 പേരെയും കടിച്ചത് കറുപ്പു നിറത്തിലുള്ള ഒരു നായയാണ്. അഞ്ജലിക്ക് മുഖത്തും കാലിനുമാണ് കടിയേറ്റത്. കടയ്ക്ക് മുന്നിൽ നിൽക്കുന്നതിനിടയിൽ മുഖത്തേക്ക് ചാടിക്കടിക്കുന്ന നായയുടെ ഭയപ്പെടുത്തുന്ന ദൃശ്യം സമീപത്തെ CCTV-യിൽ പതിഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് കുഞ്ഞിക്കും മുഖത്താണ് കടിയേറ്റത്. ബോവിക്കാനം ടൗൺ, മുളിയാർ, മുതലപ്പാറ, ആലിനടുക്കം, നുസ്രത് നഗർ തുടങ്ങിയ സ്ഥലങ്ങളിൽ തെരുവ് നായകൾ ജനജീവിതത്തിന് ഭീഷണിയായിട്ടുണ്ട്. പുലർച്ചെ മദ്രസകളിലും സ്കൂളുകളിലും അങ്കണവാടികളിലും കുട്ടികളെ ഭയപ്പാടോടെയാണ് അമ്മമാർ അയക്കുന്നത്. മനുഷ്യജീവന് ഭീഷണിയാകുന്ന തെരുവ് നായകളെ കൊല്ലുന്നതിന് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പഞ്ചായത്ത് ഭരണസമിതികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സോഷ്യൽ സേഫ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് B. അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി മസൂദ് ബോവിക്കാനം, കുട്ടിയാനം മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബോവിക്കാനം.